നിങ്ങൾ ആ വട അവിടെ വെച്ചിട്ട് കഥ പറയേക്ക. ഇൻട്രസ്റ്റ് ആയില്ലേ? ഞാനൊരു ഗ്ലാമറസോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ബോഡിയൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടുള്ള സംഭവങ്ങളൊന്നും ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഇപ്പം എനിക്ക് താല്പര്യമില്ല. വേണ്ട, നീ നിർബന്ധിച്ച കമ്മീഷണർ സമ്മതിക്കും. വിജയ് സേതുപതിയുടെ കൂടെ ഒരു ദിവസം ഫുൾ സ്പെൻഡ് ചെയ്യാൻ കിട്ടിയാണ് എന്ത് ചെയ്യും. പാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. എന്തെല്ലാം ചെയ്യാമോ അതൊക്കെ ചെയ്യും. മതിയോ? ഇത് കിട്ടിയ പോരെ? അല്ല, ഞാനിവിടെ താമസിക്കാം. എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. ഇതൊന്നും എന്റെ അടുത്ത് വേണ്ട കേട്ടോ. ഞാൻ കൊല്ലം സൈഡിൽ നിന്നാണ്. നമ്മുടെ ഇവിടെയൊക്കെ കളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഗ്രൗണ്ടിൽ പോയി കളിക്കുക, അങ്ങനത്തെ കളികൾ മാത്രമേ ഉള്ളൂ. നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യം. അപ്പം ഈ സിനിമയിലാണ് കളിക്ക് വേറെ ഒരു അർത്ഥം. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ റിയൽ ലൈഫ് ലിപ് ലോക്ക്. യെസ്. ആരെന്നൊന്നും ചോദിക്കാൻ പറ്റില്ല. യെസ് ഓർ നോ ആണ് ഭാഗ്യം. ഇപ്പൊ നായകനും നായികയും കെട്ടിപ്പിടിക്കുക. ഒരു ഫോട്ടോഷൂട്ട് ചെയ്താൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡ്രസ്സിൽ ഫോട്ടോഷൂട്ട് ചെയ്താൽ അവൾ ഉടനെ പോക്ക് കേസാണ്. എനിക്ക് അവള് അറിയാലോ വെടിയാണ് എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മുടെ സൊസൈറ്റിയിൽ. മലയാളം വേണോ, ഹിന്ദി വേണോ, തമിഴ് വേണോ? അപ്പൊ അങ്ങനത്തെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യുന്ന വെച്ച് എല്ലാ പെൺപിള്ളേരും അങ്ങനെ അല്ല. അത് എത്ര പേർക്ക് അത് എനിക്കതിപ്പോ ആരെയും പ്രൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. നമ്മൾ എക്സ്പോസ് ചെയ്യുന്നു എന്നുള്ളത് വേറൊരാൾക്ക് നമ്മളെ തൊടാനുള്ള ശരീരത്തിൽ തൊടാനുള്ള റൈറ്റ് അല്ല എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഞാൻ കാണാനുള്ളതൊക്കെ കണ്ടു. ലിപ് ലോക്ക് സീൻ പ്രശ്നമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു ലേഡി കൂടെ ആണെങ്കിലും പ്രശ്നം. അത് ഭയങ്കര കംഫർട്ടബിൾ അല്ലേ? അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ. ഇടച്ച സൗഭാഗ്യം, ഇത് ശനിദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാൽ രാജയോഗം.